എഴുതിയിരിക്കുന്നത്. സഹോദരനാൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് കീർത്തനം കഴിഞ്ഞ പദങ്ങളാണ്. 1085 പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മലയാള സിനിമാ പാട്ടുകളുടെ മുൻഗാമി എന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്നതും സിനിമാ പാട്ടുകളുടെ പ്രധാന വിഷയം പ്രണയമാണല്ലോ. ഇപ്പം മാറി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ, കട്ടച്ചോര ജ്യൂസ് അടിച്ച് കുടിക്കുന്നവനെ എന്നാണ് ഒരു പാട്ടിൻ്റെ വരി. അപ്പം പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് പ്രണയത്തിൻ്റെ പാട്ടുകൾ സാധാരണക്കാരന് മനസ്സിലാകുന്ന പാട്ടുകൾ ആദ്യമായിട്ട് എഴുതിയ ആളെന്ന് വേണമെങ്കിൽ നമുക്ക് സഹോദരനാളിനെ കുറിച്ച് പറയാം. മലയാള ഛായയുള്ള പാട്ടുകൾ. അതിന് മുമ്പേ പ്രണയത്തിനെക്കുറിച്ച് എഴുതിയവരുണ്ട്, പക്ഷേ അതൊന്നും ആൾക്കാർക്ക് കേട്ടാൽ മനസ്സിലാവില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനൊരു വലിയ പാട്ടുകാരനായിരുന്നു എന്ന് നമുക്കറിയാം. മാതുല സ്ഥാനീയനായിട്ടുള്ള ഇരയിമൻ തമ്പി. ഇരയിമൻ തമ്പിയാണ് പദങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇദ്ദേഹം റൊമാൻറ്റിക് ആണെങ്കിൽ അദ്ദേഹം എറോട്ടിക്കാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. മനോഹരമായ പാട്ടുണ്ട്. കാമ്പോജി രാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പദമാണ് ഏറ്റവും എറോട്ടിക്കായിട്ടുള്ള പദം എന്ന് കരുതപ്പെടുന്നത്. ഈ പാട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ബാൻ ചെയ്തിരുന്നു കേൾപ്പിക്കുന്നതിന്. ഇപ്പോഴേ പിന്നെ അതൊന്നും നോക്കാറില്ല. ഇതിനേക്കാൾ മോശമായുള്ള കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. പ്രാണനാഥനെനിക്കു നൽകിയ പരമാനന്ദ രസത്തെ പരവദിനലൂതാമോ. പ്രാണനാഥനെനിക്കു നൽകിയ പരമാനന്ദ രസത്തെ പരവദിനലൂതാമോ. ഈ പാട്ടാണ് ബാൻ ചെയ്തത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും അമ്പലങ്ങൾക്കകത്ത് കേൾക്കുന്ന ഒരു പാട്ടാണ് അഷ്ടപതി. പടിയിൽ നിന്ന് പാടുകയാണ്, ഉടുക്കൊക്കെ കൊട്ടി പാടുക, സോപാന സംഗീതം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ മലയാളം തർജ്ജമ വായിച്ചിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് വായിക്കരുത്. വായിച്ചാൽ പിന്നെ അത് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ കടുത്ത സംസ്കൃതം ആയതുകൊണ്ട് നമുക്കിത് എന്താണെന്ന് പിടികിട്ടില്ല. അതുകൊണ്ട് നമ്മളങ്ങ് പാടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്തതി ചന്ദനം ഇന്ദുകിരണമനു നിന്ദതി കേശമദീരം. നിന്ദതി ചന്ദനം ഇന്ദുകിരണമനു നിന്ദതി കേശമദീരം. യാളനിലയ നിതരേ നഗരള യാളനിലയ മിതരേ നഗരള കലയതി മലയ സമീരം. യാളനിലയ മിതരേ നഗരള കലയതി മലയ സമീരം. സാവിരകേതീനം കൃഷ്ണ സാവിരകേതീനം കൃഷ്ണ സാവിരകേതീനം കൃഷ്ണ സാവിരകേതീനം കൃഷ്ണ. മാധവ മനസിജ വിശിഖഭയാമിത മാധവ മനസിജ വിശിഖഭയാമിത പാവനയ വൈദീന സാവിരകേതീനം കൃഷ്ണ സാവിരകേ. ഇതാണ് നമ്മൾ അതുവരെ പദങ്ങൾ എന്ന് പറഞ്ഞ് അഷ്ടപതി എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം നമ്മൾ വീട്ടിൽ ഇരുന്ന് പാടാവുന്ന രീതിയിലുള്ള റൊമാൻറ്റിക് സോങ്സ് ആണ് അദ്ദേഹത്തിൻ്റെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട്, നമുക്കറിയാം. ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ വരി മാത്രം പാടാം. പൂന്തേൻ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിതയോ. പൂന്തേൻ
നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിതയോ കാമിനി പൂന്തേ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിതയോ കാന്തഗുണനാകുമൻ കാന്തൻ ശ്രീ പത്മനാഭൻ ശാന്തഗുണനാകുമൻ കാന്തൻ ശ്രീ പത്മനാഭൻ സ്വാന്തേ മോദം കലർന്നു സപതി വരുന്നു സഖീ നേർമൊഴി സഖി ഞാൻ വിരഹം പൂണ്ടുവലഞ്ഞിടുന്നേ കാമിനി പൂന്തേ നേർമൊഴി മലയാളിക്ക് വളരെ ഇഷ്ടമുള്ള രാഗമാണ് ആനന്ദ ഭൈരവി എന്ന് പറഞ്ഞ രാഗമാണ്. മലയാളിക്ക് ഇഷ്ടമുള്ള 2-3 രാഗങ്ങളിലൊന്ന് മോഹനം, ആനന്ദ ഭൈരവി, ആരവി. ആരവിയാണ് നമ്മുടെ മാവേലി നാടുവാണിടും കാലം. അടുത്തത് നീലാംബരി, ഉറക്ക് പാട്ടിനുള്ള രാഗത്തിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് എഴുതിയിരിക്കുകയാണ്. കാന്തനോടു ചെന്നു മെല്ലെ എല്ലാ ആണുങ്ങൾ പാടുന്നതിലൊരു അനൗചിത്യമുണ്ട്. 60 വയസ്സായ ആണുങ്ങളിരുന്ന് കാന്തനോട് ചെന്ന് മെല്ലെ എന്ന് പാടുകയാണ്. കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുച വിഹവര കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുച വിഹവര കാന്തനോടു ചെന്നു മെല്ലെ കാതരാക്ഷി കാന്തയായി കാതരാക്ഷി കാന്തയായി മരുവും നേന്തരു നീമണി കാതരാക്ഷി കാന്തയായി മരുവും നേന്തരു നീമണിക്കേ രമണീയ ഗുണവസതി ചലമിഴി കാന്തനോടു ചെന്നു ഏറ്റവും പ്രശസ്തം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നത് സ്വാതിരുന്നാൾ സിനിമയിലൂടെ പ്രശസ്തമായത് അനർസര പരിതാപം. സുരുട്ടി എന്ന് പറഞ്ഞ രാഗത്തിലുള്ള പദമാണ്. എൻ്റെ അച്ഛന് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് പ്രത്യേകം സന്തോഷത്തോടെ പാടുന്നു. അലർശര പരിതാപം അലർശര പരിതാപം ചൊൽവരിന്നളിവേണി പണി
മലർശര പരിതാപം ചൊൽവതിന്നലിവേ നീ പണിബാലേ ജലജ ബന്ധുവുമീഹ ജലധിയിൽ അണയുന്നു മലയമാരുതമേറ്റു മമ മനമതിതനാമ്പത വിവശമയി സഖീലശര ഒന്നും മുഴുമിച്ചില്ല, ഞാൻ കുറച്ച് പാടിയതേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് നൃത്തത്തിനോട് വലിയ താല്പര്യമായിരുന്നു. നൃത്തത്തിന് ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പദവർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, രാഗമാലികകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം നൃത്തത്തിന് വേണ്ടി പ്രത്യേകം ചെയ്യുന്ന ജതികളോടുള്ള തില്ലാന ഉണ്ടാക്കിയിട്ടുണ്ട്. 5-6 ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം പ്രശസ്തമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. അത് ഏകദേശം നഗുമോമു എന്ന് പറഞ്ഞ പാട്ടിൻ്റെ രാഗം പോലെ ഇരിക്കുന്ന ഒരു രാഗത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ സാധാരണക്കാർക്ക് നഗുമോ ആബേരി എന്ന് കരുതാം. അത് മനോഹരമായ വരികളാണ്. ആദ്യം ഒരു ജതി, ഇങ്ങനെ നൃത്തത്തിൻ്റെ ജതി പറഞ്ഞിട്ട് അതിൻ്റെ അനുപല്ലവിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലങ്ക പറയുന്നത് കേൾക്കൂ, ചനന 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 എന്ന് ശബ്ദം കേൾപ്പിക്കുകയാണ്. അല്ല, അതിമനോഹരമായിട്ടുള്ള ഒരു രചനയാണ്. ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ജതിക്ക് ഭാഷയൊന്നുമില്ല. അവസാനം എൻ്റെ വരികൾ പറയുമ്പോൾ അവിടെ ഹിന്ദിയിലാണ്. പത്മനാഭ തുമാരി ലീല ക്യാ കരോമേ സാവരു എന്നാണ് അവസാനം എഴുതിയിരിക്കുന്നത്. 2 വരിയെ പാടുന്നുണ്ട്. ഗീത് ദുനി കുതകതിം തദ് കിടതോ ആചരകി ഗോരിതാംബിരം തേദദൈ വിരഗത് ഗീത് ദുനി കുതകതിം തദ് കിടതോ ആചരകി ഗോരിതാംബിരം തേദദൈ വിരഗത് ഗീത് ദുനി കുതകതിം आज पायल कहो बाज पायल कहो जनन जनन बाज पायल कहो जनन 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 तोम तोम जनन 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 तोम तोम जनन 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 ननन गीत दुनि कुदगतिं तत्रिगिटतो നാചരകി ഗോരി താംബിരം തേദദൈ വിരഗത് ഗീത് ദുനി കുതകതി നല്ല പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം താളത്തിൻ്റെ ഇടം വിട്ടുപോകും. ഇവരിരുന്ന് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കുന്നതുകൊണ്ട് പാടി. ഞാനിപ്പോൾ നിർത്താം, ഒരു കീർത്തനം പാടിയിട്ട് നിർത്താം. സഹോദരനാൾ വലിയ പത്മനാഭ ഭക്തനായിരുന്നു. പത്മനാഭനെ കുറിച്ചിട്ടുള്ളൊരു കീർത്തനം പാടി നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. സഹോദരനാളുടെ കീർത്തനത്തിൽ അദ്ദേഹം സ്വയം പരാമർശിക്കാറില്ല സാധാരണ. ബാക്കി എല്ലാവരും ത്യാഗരാജ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പരാമർശിക്കാറുണ്ട്. അദ്ദേഹം പത്മനാഭൻ്റെ പേരാണ് പരാമർശിക്കുന്നത്. പക്ഷേ വളരെ ചുരുക്കം അദ്ദേഹം ആരാണെന്ന് ചെറിയ സൂചന പാട്ടിൽ കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിനെക്കുറിച്ചല്ല പറയുന്നെങ്കിലും. ഉദാഹരണത്തിന് പാഹി പർവ്വ നന്ദിനി എന്ന് പറഞ്ഞ കീർത്തനത്തിനകത്ത് വഞ്ചി നൃപാലക വംശശുഭോദയ, വഞ്ചി രാജ്യം ഭരിക്കുന്ന ആളുടെ വംശത്തിന് ശുഭകരമായി വർത്തിക്കുന്നവളെ എന്ന് ദേവിയെ പറ്റി പറഞ്ഞിരിക്കുന്നു. രാജകുടുംബത്തിൻ്റെ ദേവതയാണ് ആറ്റിങ്ങൽ ദേവി.
അതുപോലെ ഈ കീർത്തനത്തിലൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ വല്യമ്മാവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ക്ഷേത്രം സ്ഥാപിച്ച ആളാരാണ്, അതിൽ ലക്ഷദ്വീപം തുടങ്ങിയത് ആരാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കീർത്തനത്തിൽ അമ്മാവൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സ്ഥലത്താണ് കുടുംബത്തിലെ ആളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. കേട്ടു നോക്കാം. ഇത്തിരി ഫാസ്റ്റ് നമ്പറാണ്, അതുകൊണ്ട് രസമായിട്ട് എല്ലാവർക്കും കേൾക്കാം. പതിഞ്ഞ കീർത്തനമല്ല. ജയ ജയ പദ്മ നാഭമുരാരേ, ജയ ജയ പദ്മ നാഭമുരാരേ, ജയ ജയ പദ്മ നാഭമുരാരേ, ജയ ജയ പദ്മ നാഭമുരാരേ, ജയ ജഗദീശ രമാകാന്ത, ജയ ജയ പദ്മനാഭമുരാരേ, ജയ ജഗദീശ രമാകാന്ത, ജയ ജയ പദ്മനാഭ. നയന വിനിന്ദിത നയന വിനിന്ദിത നളിന രുചിരദള, നയന വിനിന്ദിത നളിന രുചിരദള, നയന വിനിന്ദിത നളിന രുചിരദള, നദജന ശുഭകര നാരദ സേവിത, നദജന ശുഭകര നാരദ സേവിത, നദജന ശുഭകര നാരദ സേവിത, ജയ ജയ പദ്മനാഭമുരാരേ, ജയ ജഗദീശ രമാകാന്ത, ജയ ജയ പദ്മനാഭ. परम भक्त दिवाकर कामपूरण, परम भक्त दिवाकर कामपूरण, परम भक्त दिवाकर कामपूरण, परिलस मम हृदि पूर्णचन्द्रानन, परम भक्त दिवाकर कामपूरण, परिलस मम हृदि पूर्णचन्द्रानन, वरवञ्चि मार्ताण्ड वरवञ्चि मार्ताण्ड, वर्मकृत लक्षदीप, वरवञ्चि मार्ताण्ड, वर्मकृत लक्षदीप, वरवञ्चि मार्ताण्ड, वर्मकृत लक्षदीप, ऊरि मनोज मगा प्रमुदित कृपवस, ऊरि मनोज मगा प्रमुदित कृपवस, जय जय पद्मनाभमुरारे, जय जगदीश रमाकान्त, जय जय पद्मनाभ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സംഗീതത്തിൻ്റെ കൂടെ കുറച്ച് നർമ്മവും കുറച്ച് വിവരങ്ങളും എല്ലാം ചേർത്താണ് അവതരിപ്പിച്ചത്. കേരളത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രകടനം നടത്തിയാൽ അതിനെ അംഗീകരിക്കാറില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം, ലേശം ഫലിതം പറയാമെങ്കിൽ, നർമ്മം പറയാമെങ്കിൽ അത്
പെട്ടെന്ന് സ്വീകരിക്കും ആൾക്കാർ, പറയുന്ന കാര്യത്തിനെ സ്വീകരിക്കും. വളരെ ഗൗരവത്തിൽ പറഞ്ഞാൽ നീ ആരടാ എന്ന് ചോദിക്കുന്നതാണ് മലയാളിയുടെ ഒരു സ്വഭാവം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പാട്ടിനിടയ്ക്ക് കുറച്ച് ലാഘവത്തോടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞത്. സ്വാതിരുന്നാൾ എന്ന് പറഞ്ഞൊരു വലിയ ഒരു മഹാനുഭാവനാണ്. അദ്ദേഹത്തിനെ രാജാവായതുകൊണ്ടല്ല നമ്മൾ ഓർക്കുന്നത്. വേറെ രാജാക്കന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജാവായിരുന്നു. അദ്ദേഹത്തിനെ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഇദ്ദേഹത്തിനേക്കാൾ വളരെ കൂടുതൽ കാലം ഭരിച്ചു, നന്നായിട്ട് ഭരിച്ചു. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കുന്നത് കലാഹൃദയം ഉള്ളതുകൊണ്ടാണ്. വളരെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം ശാസ്ത്രത്തിനെ സ്വീകരിച്ചു, ആധുനിക ശാസ്ത്രത്തിനെ സ്വീകരിച്ചു. തിരുവനന്തപുരത്തെ ഏറ്റവും ആദ്യത്തെ ആധുനിക ശാസ്ത്ര സ്ഥാപനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ഒബ്സർവേറ്ററി, തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കല്ലുമുണ്ട്, അദ്ദേഹം ഇട്ട കല്ല് അതുപോലെ ഇരിപ്പുണ്ട് അവിടെ. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള കല്ലുണ്ട് അവിടെ. അപ്പോൾ വളരെ സവിശേഷമായൊരു വ്യക്തിത്വം. എനിക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു രാജാവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പിന്തിരിപ്പനായിട്ടാണ് ആൾക്കാർ കരുതുന്നത്. ഞാൻ രാജാവിനെ അല്ല ആദരിക്കുന്നത്, ഞാനൊരു വലിയ മഹനീയ കലാകാരനെയാണ് ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാമുക ഹൃദയം, അദ്ദേഹത്തിൻ്റെ കവി ഹൃദയം എല്ലാം കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നത്. അദ്ദേഹം ഏത് ജാതിയിൽപ്പെട്ടതാണ്, ഏത് മതത്തിൽപ്പെട്ടതാണ്, അദ്ദേഹം വേറെ ചിഹ്നങ്ങൾ അണിഞ്ഞിരുന്നു, ഇതൊന്നും എനിക്ക് വിഷയമായിട്ടുള്ള കാര്യമല്ല.